വെൽക്കം ടു രുചി ബൈ ബിൻസു. അപ്പോൾ നമുക്ക് ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊരു 3 കപ്പ്, ഇതൊരു കപ്പാണ് ഇട്ടിട്ടുള്ളത്. അടുത്ത ഒരു കപ്പ് 3 കപ്പ് ആട്ട എടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പൊടി നമുക്ക് കുഴച്ചെടുക്കാം. പൊടി അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചേക്കാണ്. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആലു പൊറോട്ടയ്ക്ക് നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു 5 കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, 4 സവാള, ഒരു 3-4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് വരാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടി. അപ്പോൾ ഈ ഫില്ലിങ് നമുക്കൊന്ന് ഇതിനകത്തോട്ട് ചരിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടും ഇങ്ങനെ ഇതില്ലാതെ കണ്ട് നമ്മൾ നല്ല വൃത്തിക്ക് ഇത് ഉടച്ചിട്ടുണ്ട്. കഷ്ണങ്ങളില്ലാതെ, തരി പോലും കഷ്ണങ്ങളില്ലാതെ ഉടച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പരത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത് ഇത് നമുക്കൊരു ചെറിയതായിട്ടൊന്നിങ്ങനെ കുഴിച്ചു കൊടുക്കാം. ചെറിയൊരു ബൗൾ ഇതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് കണ്ടേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി മാവല്ലേ, അപ്പോൾ നമുക്ക് ലൂസ് ചെയ്ത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഉരുട്ടാം. വീണ്ടും ഇതുപോലെ ഉരുട്ടാം. അതുപോലെ തന്നെ തീ കത്തിച്ച് കല്ല് ചൂടായി കിടക്കട്ടെ. ഇനി നമുക്കിത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇതുപോലെ പതിയെ പരത്താവുള്ള തിരിച്ചു മറിച്ച് വിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശകലം നെയ്യോ എണ്ണയോ, ഇപ്പോൾ ഞാൻ നെയ്യാണ് തടകുന്നത്. നെയ്യ്, എണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് ഓയിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ കണ്ടോ പൊങ്ങി വരും. അതുപോലെ തന്നെ തിരിച്ചിടണം. ഈ വസ്തു അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പോകും. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിത് കാസറോളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട എല്ലാം എന്താണ്ട് എല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കി കാസറോളിൽ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ആലു. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട്. ഇത് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർത്ത് ഡിഷല്ലേ, നമ്മളിതിൻ്റെ കൂടെ തൈര് ചേർത്താണ് കഴിക്കുന്നത്. മനസ്സിലായോ? ഈ തൈരും ചേർത്ത് ആലു പൊറോട്ട കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തൈര് ചേർത്താൽ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക.